ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കസ്റ്റേർഡ് പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മളിത് കടകളിൽ നിന്നൊക്കെ വാങ്ങുകയല്ലേ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ഒരു ജാറാണ് കേട്ടോ, നമ്മൾ പൊടിക്കണമൊക്കെ ജാറില്ലേ, അതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 80 മില്ലിയുടെ കപ്പാണിത്. അതിലൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാര നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. തരിതരിയൊന്നും പാടില്ല, അങ്ങനെ ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണം. എന്താ ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ്, അതായത് 125 ml ഒരു കപ്പിൽ ഒരു കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സെയിം അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഈ ടീസ്പൂണിൻ്റെ അളവാണ് പറഞ്ഞേണേ. ഈ ഒരു ടീസ്പൂണ് നമുക്ക് വാനില എസൻസ് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു യെല്ലോ കളറാണ്, ഫുഡ് കളറാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. ദേ കണ്ടില്ലേ, നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു യെല്ലോ ആയിട്ടാണ്, ലൈറ്റ്ലി യെല്ലോ കളറിലാണ് നമുക്ക് കസ്റ്റേർഡ് പൗഡർ കിട്ടുക. അതേപോലെ വന്നിട്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് കേട്ടോ. നമുക്കിത് കടകളിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ എല്ലാ കസ്റ്റേർഡ് പൗഡറും ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ജാറിലിട്ട് നന്നായി ടൈറ്റായിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്കൊരു 5-6 മാസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കടകളിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് കേട്ടോ. അത് നമുക്ക് ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാനും കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടാക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.